കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോണ്ടേ. ഇന്നെന്താണ് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലെ അലങ്കാരം എന്നൊക്കെ അറിയാനായിട്ടുള്ള ജിജ്ഞാസയായിട്ടാണ് എല്ലാവരും ഇരിക്കണത്. അപ്പോൾ നമുക്ക് പോയി നോക്കുക. ഇന്നലെ മൊത്തത്തിൽ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം മുഴുവൻ കളഭം കൊണ്ട് ആറാടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അലങ്കാരത്തിൻ്റെ ആ മാധുര്യം ഇന്ന് രാവിലെ നിർമ്മാല്യം വരെ നിലനിന്നിരുന്നു. അതിനുശേഷം പിന്നെ പുണ്യാഹായി ഒന്ന് കുറച്ചൊക്കെ വഴുകി, അങ്ങനെ ശീവേലിയൊക്കെ വഴുകിയിട്ടാണ് ആയത്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോവുക. എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് കയറാം. അങ്ങനെ ആ ഗോപുരവാതിൽ കഴിഞ്ഞിട്ട് നമ്മൾ വരികയാണ്. അങ്ങനെ വരുന്ന വഴി വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് നേരെ കയറുമ്പോൾ തന്നെ ശ്രീലോകത്തെ ആ പ്രഭ, അങ്ങനെ ദീപപ്രഭ കാണുകയാണ്. അങ്ങനെ നമ്മൾ ഇടതുവശത്തേക്ക് നോക്കിയിട്ട് നമ്മളെ മേൽപ്പത്തൂര് നാരായണീയ എഴുതി അവിടേക്കൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചു. അതുപോലെ വലതുവശത്തെ നരസിംഹാവതാര മൂർത്തിയെ കാണിച്ചു കൊടുത്ത് ആ തൂണൊന്ന് കണ്ടു. അങ്ങനെ നമ്മൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണെന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ ഇട്ടിട്ടുണ്ട്, നല്ല പട്ട് കോണക എടുത്തിട്ടുണ്ട്, അത് പിന്നെ പൊന്നരഞ്ഞാണം ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കുമ്പയൊക്കെ നല്ല കുഞ്ഞുമ്പയാണ്. അതൊക്കെ വീർത്ത് നല്ലൊരു കുഞ്ഞുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കയറി വരുമ്പോൾ വലതേ കയ്യിൽ വെണ്ണൂരിലുണ്ട്, ഇടതേ കയ്യിൽ ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറത്തതാ ഒരു പൊന്നിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്. അതേപോലെ മുഖത്തും ഒരു പൊന്നിൻ്റെ ഗോപി, ഒരു വളയം പോലത്തെ മാല, അതേപോലെ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചെവിപ്പൂക്കളുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ ആ വെണ്ണയും ഓടക്കുഴലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ആള്. വളരെ ഇന്നലത്തെ എന്താ പറയുക, കളവം കൊണ്ടൊക്കെ അലങ്കരിച്ച് നോക്കുമ്പോഴേ, കളഭാറാട്ടമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആൾ വളരെ ശാന്തനായി. മറ്റേത് എന്താ വെച്ചാൽ നമ്മളെ എല്ലാ വിഷമങ്ങളും അവിടെ പോയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്കത് വേണേ, എനിക്കിത് വേണേ, എൻ്റെ അത് ശരിയാവണേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി. കളഭം കൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ കളഭത്തിൽ ആറാടി നിന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരീരമൊക്കെ എന്താ പറയുക തണുത്തു. അപ്പോൾ എല്ലാം ഇന്നൊക്കെ തൊഴുന്ന ആളുകൾക്കൊക്കെ വളരെ ശാന്തമായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലാണെന്നേ. അപ്പോൾ ആ പൊന്നുണ്ണിയായിട്ടാണ് നമുക്ക് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. ഉച്ചപൂജയൊക്കെ വളരെ നന്നായിട്ടുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ തൊഴുകയാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണെന്നാണ് ചിന്തിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഉണ്ടമാലകൾ 2-3 ഉണ്ട് കേട്ടോ. ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ളതും, പിന്നെ അങ്ങനത്തെ 2 വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള 1 അങ്ങനെ 3 ഉണ്ടമാലകളുണ്ട്. പിന്നെ അതേമാതിരി തിരുമുടി മാല ഉണ്ട്, തിരുമുടി കെട്ടിയിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ട് 2-4 തുളസിയുടെ ഉണ്ടമാലകളുണ്ട്. അങ്ങനെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ശ്രീലകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇന്നലത്തെ കളഭത്തിൻ്റെ സുഗന്ധം മാറിയിട്ടില്ല, അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു പ്രാർത്ഥിക്കുക. ഇനി നമുക്കങ്ങനെ തിളപ്പള്ളിയിലേക്കൊക്കെ നോക്കിയിട്ട് ഇറങ്ങാം. ഇന്ന സമയം ഉഷപൂജയുടെ സമയത്തായിരുന്നു പുണ്യാഹായത്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് പുതിയ നേദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വീണ്ടും അഭിഷേകം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അതിന് കുറേ സമയം വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വളരെ എന്താ പറയുക സുസ്മേരവദനായിട്ടാണ് നമ്മളതിനെ കാത്തു നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെ ആ തടപ്പള്ളിയിലേക്കൊക്കെ നോക്കിയ ഗണപതി ഹോമമൊക്കെ നടത്തുന്ന അവിടേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതു അങ്ങനെ വരികയാണ്. ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരനെയും കണ്ടിട്ട് തൊഴുക. അവിടെ നിറയെ കളവും എന്താ പറയുക പഴമൊക്കെ വെച്ചിട്ടുണ്ട്. നിറയെ പഴമൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് കിട്ടിയാലും കൊണ്ടുവരാന്ന് പറയുകയാണേ. അപ്പോൾ അദ്ദേഹത്തിന് പൂജിക്കാനായിട്ട് പഴങ്ങളും നേദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സരസ്വതി ദേവീനെ കാണാം. അവിടെ ഒരു തുളസിമാല മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വിഘ്നേശ്വരനെയും സരസ്വതി ദേവീനെയൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയുടെ വിഗ്രഹം വീണ്ടും കാണാം. അത് കഴിഞ്ഞാൽ മത്സ്യം തൊട്ടിട്ടുള്ള നരസിംഹാവതാരം വരെ ആ സൈഡിലിങ്ങനെ കാണാം. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വന്ന് അനന്തപത്മനാഭൻ്റെ അവിടെ നിറയെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. തുളസിപ്പൂവുണ്ട്, വെളുത്ത മുല്ലപ്പൂവുണ്ട്. അങ്ങനെ അവിടെയും തൊഴുത് പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞ ശ്രീകോവിലിന് പുറകുവശത്തായിട്ടൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ തൊഴുത് നമസ്കരിച്ച് വീണ്ടും മറ്റു വിഗ്രഹങ്ങളൊക്കെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് കൃഷ്ണനെ മുരുകനെയൊക്കെ കണ്ട് ഇങ്ങനെ വരിക. ഹനുമാൻ സ്വാമിയുടെ അവിടെ എത്തുമ്പോൾ നിറയെ കുങ്കുമമുണ്ട്. കുങ്കുമം കൊണ്ട് ഇങ്ങനെ അഭിഷേകം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തൊടുക. അങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ഇങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ആ ഗ്രില്ലിൻ്റെ അടുത്ത് എത്തിയ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന നമ്മളെ കൽപ്പകവൃക്ഷച്ചോട്ടിലിരിക്കുന്ന പൊന്നുണ്ണിയെ താമരക്കണ്ണനെ കാണാം. അവിടെ കണ്ട് തൊഴുത് നേരെ ആ മണിക്കിണർ കാണാം. അതുപോലെ അതിൻ്റെ അപ്പുറത്തായിട്ട് കണ്ണൻ നൃത്തം ചെയ്യുന്ന നിർത്താറ നോക്കാം. അവിടെ ആ കിടാവിളക്ക് കത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണ്ണൻ നൃത്തം ചെയ്യുന്നുണ്ട് എന്ന് സങ്കല്പിച്ച് അവിടെ ഉണ്ട്. അങ്ങനെ തൊഴുത് വരിക. അങ്ങനെ തൊഴുത് വന്നിട്ട് നേരെ കുറൂരമ്മേനി കൃഷ്ണനാട്ടത്തിൻ്റെ അങ്ങനത്തെയൊക്കെ രൂപങ്ങളൊക്കെ കണ്ടിങ്ങനെ വരാം. വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടന്ന് ആ പ്രസാദ കൗണ്ടറിൽ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി ഇടത്തരകത്ത് കാവിൽ ഭഗവതീനെ കാണാൻ പോവാം. അങ്ങനെ വരിക. അങ്ങനെ വന്ന് ഇടത്തരകത്ത് കാവിൽ അമ്മയെ കണ്ട നന്നായിട്ടുള്ള വളരെ അതിസുന്ദരിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല കളഭാലങ്കാരമൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കണ്ട് തൊഴുക. ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, ഗോളകൊക്കെ വെച്ചിട്ടുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ തൊഴുത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി തൊഴാം. അങ്ങനെ കൊടിമരം വഴി വീണ്ടും നമുക്ക് ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമ്മളെ വെണ്ണ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമി അതാ ചന്ദനം കൊണ്ട് നിറയെ മുഖമൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ നല്ല ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ ഒന്ന് വലം വെച്ച് വരാം. പടിഞ്ഞാറ നടയിലേക്ക് വരാം. പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ, അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഉച്ചപൂജ, ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്, തിരുമുമ്പിലാണ്. ആ പൂജ തൊഴുകയാണ്, കളഭാലങ്കാരം തൊഴുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ തൊഴുത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പറ്റാവുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്താലേ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുള്ളൂ. ഹരേ കൃഷ്ണ.